ഒരു ന്യൂസ് കണ്ടിട്ട് നിങ്ങളുടെ ദിവസം തന്നെ മാറിപ്പോകാറുണ്ടോ? ഒരു ഗ്ലോബൽ ക്രൈസിസ്, ഒരു എർത്ത് ക്വേക്ക്, ഒരു യുദ്ധത്തിന്റെ ന്യൂസ്, തൗസൻഡ്സ് ഇഞ്ചേർഡ് ആണെന്നുള്ള വാർത്ത നമ്മൾ ന്യൂസ് കാണുന്നു. പക്ഷെ ഒരു ചോദ്യം, ലോകത്ത് നടക്കുന്ന ഈ ക്രൈസിസ് എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു? ഒരു ഡിസ്റ്റർബിങ് ന്യൂസ് കണ്ടാൽ പിന്നെയും നമ്മൾ സ്ക്രോൾ ചെയ്യും, പിന്നെയും ഒരു അപ്ഡേറ്റ് കാണാൻ വേണ്ടി, അടുത്തൊരു നോട്ടിഫിക്കേഷൻ വേണ്ടി, അങ്ങനെ നമ്മൾ അറിയാതെ ആ ലൂപ്പിൽ വീണ്ടും വീണ്ടും ആ ക്രൈസിസിലേക്ക് നമ്മൾ ആയിത്തീരും. ആൻഡ് ദാറ്റ് ക്രൈസിസ് സ്റ്റാർട്ട് ലിവിങ് ഇൻസൈഡ് ആ നെർവസ് സിസ്റ്റം. ന്യൂസ് കാണുന്നത് തെറ്റൊന്നുമല്ല, നമുക്ക് അവയർനെസ് വേണം. പക്ഷേ ഈ അവയർനെസ് നമ്മൾ കോൺസ്റ്റന്റ് എക്സ്പോഷറിലായി തീരുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റമിനെ കോൺസ്റ്റന്റ് ആയിട്ട് അലേർട്ട് മോഡിൽ നിർത്തും. അപ്പോഴാണ് ആങ്സൈറ്റി, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, മെന്റൽ എക്സോഷൻ ഇത് നമുക്ക് ഒരു സിമ്പിൾ ടെക്നിക്കോടുകൂടി നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കും. അതായത് ഫസ്റ്റ് നമ്മൾ എന്താണ് നടക്കുന്നുള്ള അവയർനെസ്സിന് വേണ്ടിയാണ് കാണുന്നത്. സെക്കൻഡ്, എന്താണ് ആക്ച്വലി മാറ്റർ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. തേർഡ്, പിന്നെ കണ്ടിന്യൂസ് അപ്ഡേറ്റിൽ നിന്നും ഡിസ്കണക്ട് ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ റിയാലിറ്റിയിൽ നിന്നും ഒളിച്ചോടി പോകലല്ല, റിയാലിറ്റിയെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും സാധിക്കുന്നത്. സോ റെഗുലേറ്റ്, റീഫോക്കസ് ആൻഡ് റീകണക്ട്. താങ്ക് യു.